വെൽക്കം ടു അമിയാസ് കിച്ചൻ. എല്ലാവർക്കും സുഖമായിരുന്നു. ഇന്ന് നമുക്ക് നേന്ത്രപ്പഴം കൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്വീറ്റ് സ്നാക്ക് റെസിപ്പി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. അപ്പോൾ ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു 3 കപ്പ് പൊരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ പൊരി ഒന്ന് പൊടിച്ചെടുക്കണം. അതിനായിട്ട് നമുക്ക് ഈ പൊരി ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഈ പൊരി ഈ രീതിയിൽ നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു നേന്ത്രപ്പഴമാണ്. അത് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. അത് നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ഒരു 12 കഷ്ണം ഈത്തപ്പഴം കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുരു കളഞ്ഞിട്ട് എടുത്തിട്ടുള്ളതാണ്. മധുരം കൂടുതൽ താല്പര്യമുള്ളവർക്ക് ഒരു 1-2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിനി ഇതും നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കരുത്, വെള്ളമൊന്നും ചേർക്കാതെ തന്നെ അടിച്ചെടുക്കാം. അപ്പോൾ ഇതും ഞാൻ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളൊന്നും ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കുള്ളൂ. അപ്പോൾ നമുക്കിനി ഇത് ഈ പൊരിയുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ നാളികേരം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാ നാളികേരം തന്നെ ചേർത്ത് കൊടുത്താലും മതി. പിന്നെ നമുക്കിതിലേക്ക് ചെറുതായിട്ടൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഏലക്കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം ഞാൻ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതൊരു ലഡു പോലെ റൗണ്ട് ഷേപ്പിലാണിത് തയ്യാറാക്കിയെടുക്കുന്നത്. പിന്നെ നമ്മൾ ഈ രീതിയിൽ പിടിച്ചു നോക്കുമ്പോൾ കറക്റ്റ് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റണം. അതല്ല അത് വെള്ളം കൂടുതലാണെന്ന് തോന്നുകയാണ് ഈ രീതിയിൽ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് പൊരിയും കൂടി പൊടിച്ചും കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ രീതിയിൽ നമുക്കിതെല്ലാം ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതെല്ലാം ഈ രീതിയിൽ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് നട്ട്സാണ്. ഞാനിപ്പോൾ ഇവിടെ എല്ലാ നട്ട്സും കൂടി മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഏത് നട്ട്സാണ് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് പൊടിച്ചും കഴിഞ്ഞിട്ട് അധികം പൊടിയാക്കരുത്, ജസ്റ്റ് ഇങ്ങനെ പീസ് പോലെ ചെറിയ പീസായിട്ട് ക്രഷ് ചെയ്തും കഴിഞ്ഞിട്ട് എടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മൾ തയ്യാറാക്കിയെടുത്ത ഓരോ ലഡും ഇതിൽ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഈ രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഈ രീതിയിൽ നമുക്ക് ബാക്കിയുള്ളതെല്ലാം തയ്യാറാക്കിയെടുക്കാം. ഇതെല്ലാം ഞാൻ നട്ട്സ് വെച്ച് നന്നായിട്ട് തന്നെ റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ നേന്ത്രപ്പഴം കൊണ്ടുള്ള സ്വീറ്റ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. പറ്റുകയാണെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്